ഈ അമ്പലത്തിൽ എന്തെങ്കിലും ഒരു അഴിമതി നടക്കുമോ? നടത്തില്ല. കാരണം വിശ്വാസികളാണ് അമ്പല കമ്മിറ്റിക്കാര്. ഇനി ഏതെങ്കിലും ഒരുത്തൻ അതിൽ കയറിക്കൂടി അഴിമതി നടത്തിയാൽ ബാക്കിയുള്ളവർ വെറുതെ വിടുവോ? ഇല്ല. ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോഴുള്ള 60% ജീവനക്കാർ ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാ. പ്രിയമുള്ളവരെ, ഞാൻ രാഷ്ട്രീയം ഒന്നും പറയുകയല്ലേ, തെറ്റിദ്ധരിക്കരുത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഗുരുവായൂർ അമ്പലത്തിലെ ജീവനക്കാരിൽ 60%വും ഗുരുവായൂരപ്പൻ വിശ്വസിക്കാത്തവരാ. ഗുരുവായൂരപ്പനോ? അത് കെട്ടുകഥ. രാമനും കൃഷ്ണനും കെട്ട് കഥയാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചവർ തന്നെയാണ് ഇന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിലൂടെ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലുമുള്ളത്. നമുക്കൊരു ശുദ്ധികലശം വേണ്ടേ? നമ്മൾ ആർക്കും എതിരില്ല. ശബരിമലയിൽ പോകുന്നത് ആർക്ക് വേണ്ടിയാണ്? രഹന ഫാത്തിമകളാണോ ശബരിമല? ആരാ രഹന ഫാത്തിമ? ഹിന്ദു ആണോ? ഇപ്പം ഗുരുവായൂരിലെ ക്ഷേത്രകുളത്തിൽ റീൽ എടുക്കാൻ വന്ന ഒരു മുസ്ലിം സ്ത്രീ കാല് കഴുകി. കേട്ടിരുന്നില്ലേ? വലിയ വിവാദം. അപ്പൊ സുരേഷ് ബാബു എന്ന് പറയുന്ന അമ്പലത്തിൽ പ്രഭാഷണം നടത്തുന്ന ആള് പറഞ്ഞു, നിങ്ങളുടെ തന്ത്രിമാരെക്കാൾ ശുദ്ധമായ കാല് ഈ മുസ്ലിം സ്ത്രീയുടെ കാലാണ്. സത്യത്തിൽ അയാൾക്കാണ് നമ്മൾ ദക്ഷിണ കൊടുത്ത് അമ്പലത്തിൽ പ്രഭാഷണത്തിന് കൊണ്ടുവരുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഇവരൊക്കെയാണോ പ്രഭാഷണം നടത്തേണ്ടത് എന്ന്. ക്ഷേത്രക്കുളം ആർക്കുള്ളതാണ്? നിങ്ങളൊരു വലിയ വീട് പണിതു. ആ വീട്ടിന്റെ ഉള്ളിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. നാട്ടുകാർക്ക് മൊത്തം കുളിക്കാൻ പറ്റും അവിടുന്ന്? പറ്റില്ല. അത് ആർക്ക് വേണ്ടിയാ? നിങ്ങളുടെ കുടുംബാംഗങ്ങൾ കുളിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്.